നമസ്കാരം. 2026 ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ പോകുന്നതിലേക്കാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കേന്ദ്ര ബഡ്ജറ്റ് എന്ന നിലയിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 12 ലക്ഷം എന്ന വാർഷിക വരുമാന പരിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. ദമ്പതികൾക്ക് സംയുക്ത റിട്ടേൺ ഫയൽ ചെയ്യുവാൻ അവസരം നൽകിയാൽ അത് ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി മാറുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു പതിറ്റാണ്ടിലേറെയായെങ്കിലും കേരളം സ്വപ്നം കാണുന്ന കേന്ദ്ര പദ്ധതികളിൽ ഒന്നാണ് എയിംസ്. എയിംസ് ഏത് ജില്ലയിൽ വേണമെന്നുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. കോഴിക്കോട് കിനാലൂരിൽ ഏറ്റെടുത്ത ഭൂമിക്കപ്പുറം എയിംസ് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും സ്വപ്നമായി സംസ്ഥാനത്തിന് മുന്നിൽ അവശേഷിക്കുന്നു. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിലും കേരളത്തിന് എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഏവരും കരുതിയിരുന്നെങ്കിലും സംസ്ഥാനത്തിന്റെ കാത്തിരിപ്പ് നീളുകയായിരുന്നു. അതുപോലെ തന്നെ അങ്കമാലി എരുമേലി റെയിൽവേ ലൈൻ അഥവാ ശബരി റെയിൽവേ ലൈൻ സംബന്ധിച്ച 2026 കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം പ്രതീക്ഷ വയ്ക്കുന്ന ഒന്നാണ്. ശബരിമല റെയിൽ പദ്ധതി യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾക്കും ശബരി റെയിൽവേ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ശബരി റെയിൽപാത സംബന്ധിച്ച് ബഡ്ജറ്റിൽ പ്രത്യേക പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ വേഗത്തിലാകുകയുള്ളൂ. 111 കിലോമീറ്ററാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ അവസാനിക്കുന്ന ശബരി റെയിൽപാതയുടെ ദൈർഘ്യം. അടുത്ത പ്രതീക്ഷ വിഴിഞ്ഞത്തെ പ്രത്യേക പദ്ധതികളാണ്. ലോക സമുദ്ര വ്യാപാര ശൃംഖലയിൽ വലിയ സ്ഥാനം നൽകുമെന്ന് കരുതപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രത്യേക പദ്ധതികൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ ചരക്കു നീക്കം സുഗമമാക്കുന്നതിനും കൂടുതൽ രാജ്യാന്തര കമ്പനികളെ ആകർഷിക്കുന്നതിനും വഴിവെക്കുന്ന പദ്ധതികൾ വിഴിഞ്ഞത്തിന് ലഭിച്ചാൽ അത് ഗുണം ചെയ്യും. ബെർത്ത് 8000 മീറ്ററിൽ നിന്ന് 2000 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതും തുറമുഖത്തിന്റെ ശേഷി 10 ലക്ഷം TUവിൽ നിന്ന് 50 ലക്ഷം TUവിലാക്കി ഉയർത്തുന്നതുവരെയുള്ള വികസനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ലക്ഷ്യമിടുന്നത്. അടുത്തത് റബ്ബറിന്റെ താങ്ങുവില വർധനവാണ്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സജീവമാണ്. അടുത്തത് റബ്ബറിന്റെ താങ്ങുവില വർധനവാണ്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സജീവമാണ്. റബ്ബർ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് കർഷകരുള്ള മലയോര മേഖലയിൽ റബ്ബറിന്റെ താങ്ങുവില വർധനവ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ ചർച്ചാ വിഷയമാണ്. നിലവിൽ 200 രൂപയാണ് സംസ്ഥാന റബ്ബറിന്റെ താങ്ങുവില. കേന്ദ്ര ബഡ്ജറ്റിൽ മാത്രമല്ല റബ്ബറിന്റെ താങ്ങുവില സംബന്ധിച്ച് പ്രഖ്യാപനം സംസ്ഥാന ബഡ്ജറ്റിലും ഉണ്ടാകുമോ എന്ന ആകാംക്ഷയും റബ്ബർ കർഷകർക്കുണ്ട്. പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം. കേന്ദ്രം പലപ്പോഴായി വെട്ടിക്കുറച്ച 21,000 കോടി രൂപ പ്രത്യേക പാക്കേജായി അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്ന് കരകയറുവാൻ സംസ്ഥാന സർക്കാരിനെ ഇത് സഹായിക്കും. ദില്ലി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി അവതരിപ്പിച്ച 2025 ബഡ്ജറ്റിലായിരുന്നു ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ കേന്ദ്രം പ്രഖ്യാപിച്ചത്. ബീഹാർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് നിരവധി പദ്ധതികൾ ആ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. ദില്ലിയിൽ ഭരണം പിടിച്ചെടുക്കുവാനും ബീഹാറിൽ ഭരണ തുടർച്ചയ്ക്കും BJP നേതൃത്വത്തിലുള്ള NDAക്ക് ഈ പ്രഖ്യാപനം സഹായകമായി. അതിനാൽ തന്നെ 2026 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് സർപ്രൈസുകൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.